ഹായ് ഓൾ. അപ്പം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് AWSൻ്റെ അകത്തിരിക്കുന്ന S3 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോറേജ് ഓപ്ഷനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ S3 ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്നത്, നമുക്ക് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേ യൂസേഴ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും പോലെയുള്ള കുറച്ച് സൈസ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ എടുത്ത് വെക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റോറേജ് നമുക്ക് ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ആ സ്റ്റോറേജ് സ്പേസിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുക. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ ഫീച്ചേഴ്സിനായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്തായിരിക്കും? സ്കെയിലബിലിറ്റി ആയിരിക്കും, അല്ലേ? അതായത് നമുക്കിപ്പം ഇന്ന് 10 യൂസേഴ്സാണ് നമ്മളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ നാളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 യൂസേഴ്സ് ഉണ്ടാവാം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ പോപ്പുലർ ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇൻഫർമേഷൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ന് നമുക്കൊരു 10 GB സ്റ്റോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് 10 TBയോ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് 100 TBയോ അങ്ങനെ എത്രയാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അതിനുണ്ടാവണം. നമ്മളുടെ ഒരു ലാപ്ടോപ്പൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഹാർഡ് ഡിസ്ക് എന്താണ്? അതിന് അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഇല്ല, അല്ലേ? നമ്മളുടെ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് ഇത്ര ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഒരു ഹാർഡ് ഡിസ്ക് ആണുള്ളത്. ആ ഹാർഡ് ഡിസ്ക് സ്പേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിന്ന് പോകും. ഇങ്ങനെ നിന്ന് പോവാതെ നമ്മൾ എത്ര സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യാൻ, അതായത് സ്റ്റോറേജ് സ്കെയിലബിൾ ആയിട്ടിരിക്കാനുള്ള ഒരു ഫെസിബിലിറ്റി നമുക്ക് വേണം, അല്ലേ? വിർച്വലി അൺലിമിറ്റഡ് ആയിട്ടിരിക്കുന്ന, അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക, അല്ലേ? കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ നാളെ ചിലപ്പം വളരെ പോപ്പുലർ ആവുകയാണെങ്കിൽ, കുറേ ആളുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് സ്പേസ് സ്റ്റോർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇനി രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ, ആ ഡാറ്റ ഒരിക്കലും ഒരു ഹാർഡ്വെയർ ഫെയിലർ കാരണമൊന്നും നമുക്ക് നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. നമ്മൾ നോർമലി നമ്മളുടെ ലാപ്ടോപ്പുകളൊക്കെ നമുക്കത് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, അല്ലേ? നമ്മളുടെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡാറ്റയും നശിച്ചു പോകാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ലോസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും, അല്ലേ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരാൻ പാടില്ല. ഇതുപോലെയുള്ള ഹാർഡ്വെയർ ഫെയിലേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോറേജ് മെക്കാനിസത്തിന് ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ഡ്യൂറബിൾ ആയിരിക്കുക എന്ന് പറയുന്നത്. അതായത് ലോ റിസ്ക് ഓഫ് ഡാറ്റ ലോസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇങ്ങനെ ഡ്യൂറബിൾ ആയിട്ടിരിക്കുന്ന ഒരു സാധനം, കാരണം നമ്മൾ ഒരു ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മളുടെ ആപ്ലിക്കേഷനെ വിശ്വസിച്ചിട്ടാണ് ഓരോരോ യൂസേഴ്സും അവരുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് ഡ്യൂറബിൾ ആയിരിക്കണം. അതൊരിക്കലും നശിച്ചു പോകുന്ന, അതായത് ഇതേപോലെയുള്ള ഹാർഡ്വെയർ ഫെയിലിയേഴ്സ് കാരണം, എന്തെങ്കിലും ഒരു ഫെയിലിയേഴ്സ് കാരണം അത് നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ, ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്, അല്ല? ഡ്യൂറബിൾ ആയിരിക്കണം. ഇനി എന്തായിരിക്കണം? അവൈലബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് അവൈലബിൾ ആയിരിക്കണം. അതായത് എന്തെങ്കിലും റീസൺ കൊണ്ട് അത് അവൈലബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു യൂസർ അയാളുടെ ഒരു ഫോട്ടോ വ്യൂ ചെയ്യോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യോ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവൈലബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അതായത് അത് സെർവർ അവൈലബിൾ അല്ലാത്തതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് അത് അവൈലബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. ഓൾവേസ് അവൈലബിൾ ആയിരിക്കണം. ഇനിയിപ്പോൾ എന്താണ്? ആക്സസിബിലിറ്റി. ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ഇൻ്റർനെറ്റിൽ നമുക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി സെക്യൂരിറ്റി എന്ന് പറയുന്ന സിറ്റുവേഷൻ, ഇതെന്ന് പറയുന്നത് മോഡേൺ വേൾഡിൽ വളരെ ക്രൂഷ്യലായിട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ ഡാറ്റ ഒരിക്കലും വേറൊരാൾ ഏതെങ്കിലും ഒരു അൺഓതറൈസ്ഡ് വേയിൽ എടുത്തിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഫുള്ളി എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതോ അത് ആർക്കൊക്കെ ആക്സസ് ചെയ്യാം എന്നുള്ള വളരെ ഫൈൻ ഗ്രൈൻഡ് ആയിട്ടിരിക്കുന്ന ആക്സസ് കൺട്രോളും ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കണം. അത് ഒരിക്കലും വേറൊരാൾ എളുപ്പത്തിൽ ഇങ്ങനെ ആക്സസ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു പോകരുത്. ഹാക്ക് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. പിന്നെ ഡെഫിനറ്റ്ലി ബിസിനസ് നീഡ്സ് ആണ്. അപ്പം നമ്മൾ നമ്മുടെ എവറിത്തിങ് ഈസ് ബിസിനസ്, അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. നമുക്ക് ഒരുപാട് കാശ് കൊടുത്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കരുത്.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇതേപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലേ. ഇത് നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ അകത്തിരിക്കുന്ന ഒരു അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഹാർഡ് ഡിസ്കിനൊന്നും ഇത്രയും ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. അത് ഇതേപോലെയുള്ള എന്ത് പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിലും ഹാർഡ്വെയർ ഫെയിലിയേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അത് ഇല്ലാതായി പോകാനുള്ളൊരു സിറ്റുവേഷൻ വരണം. അപ്പം ഇങ്ങനെയൊരു ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം ഉള്ള AWSൻ്റെ അകത്തിരിക്കുന്ന സ്റ്റോറേജ് ഓപ്ഷനാണ് AWS S3 എന്ന് പറയുന്നത്. S3 എന്ന് പറയുന്നത് AWSൻ്റെ അകത്തിരിക്കുന്ന AWS തന്നെ അവരുടെ ബാക്ക് ബോൺ ആയിട്ടിരിക്കുന്ന ഒരു സർവീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, S3 എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റോറേജ് സർവീസ് എന്നുള്ളതിൻ്റെ ഇതാണ് S3 എന്ന് പറയുന്നത്. അതായത് 3 എസ്സുകൾ ചേർന്നിരിക്കുന്നതിനെയാണ് അവർ പറയുന്നത്. അപ്പം ഈ S3 എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സർവീസാണ്. നമ്മളിപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് EC2ൻ്റെ അകത്തിരിക്കുന്ന സ്റ്റോറേജ് ഓപ്ഷനെ പറ്റിയിട്ടായിരുന്നു. അതായത് നമ്മൾ EBS വോളിയത്തിനെയും അങ്ങനെയുള്ള 3 ഓപ്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അതിൻ്റെ അകത്തിരിക്കുന്ന EC2ൻ്റെ അകത്തിരിക്കുന്ന ഒരു സ്റ്റോറേജ് ഓപ്ഷനായിട്ട് നമുക്ക് S3 യൂസ് ചെയ്യാം. പക്ഷേ അത് മാത്രമൊന്നുമല്ല S3 എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന AWSൻ്റെ അകത്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സർവീസുമാണ്. അത് ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എത്രയും ഫയലുകൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ഡാറ്റ വേണമെന്നുണ്ടെങ്കിലും എടുത്തു വെക്കാം. നമുക്ക് ഇതേപോലെ ഫോട്ടോസോ വീഡിയോസോ എടുത്തു വെക്കാം. നമുക്ക് ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണല്ലേ അത്. ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഡാറ്റ ഉണ്ടാവാം. അതായത് TB കണക്കിന് ഡാറ്റ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരാം. ഇത് നമുക്ക് നോർമലി നമ്മൾ AWS S3ക്കകത്താണ് എടുത്തു വെക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന വെബ്സൈറ്റും നമുക്ക് S3 പോലെയുള്ള സാധനം വെച്ചിട്ട് ഇതാക്കാം. അങ്ങനെയുള്ള പല യൂസ് കേസുകളിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന S3 എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമുക്ക് S3 എന്ന് പറയുന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ ഓരോരോ സാധനങ്ങളും S3 എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്യൂട്ടോറിയലിൽ EC2ൻ്റെ അകത്തിരിക്കുന്ന EBS വോളിയത്തിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. EBS വോളിയത്തിൻ്റെ അകത്തും ക്ലൗഡിൻ്റെ അകത്തിരിക്കുന്ന ഏതൊരു സ്റ്റോറേജ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവും. പക്ഷേ EBSൻ്റെ അകത്ത് നിന്ന് S3 എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കേലബിലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. EBS സ്കേലബിൾ ആണ്, അത് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ. നമ്മളിപ്പം പഠിച്ചിരുന്നു 16 TB അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന EBS വോളിയത്തിന് ഓരോരോ ലിമിറ്റ് ഉണ്ട്. പക്ഷേ അതൊരു ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ലിമിറ്റാണ്. പക്ഷേ S3ക്ക് അങ്ങനെ ഒരു ലിമിറ്റ് AWS പറയുന്നില്ല. അത് വിർച്വലി അൺലിമിറ്റഡ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാം. 16 TBയോ അല്ലെങ്കിൽ 256 TBയോ അങ്ങനെ ഇരിക്കുന്ന ഒരു ലിമിറ്റ് ഇല്ല. എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് S3ക്കകത്ത് പോസിബിൾ ആണ്. അതാണ് EBSൻ്റെ അകത്ത് നിന്നിരിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സ്കേലബിലിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ഇനിയിപ്പോൾ ഡ്യൂറബിലിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ EBS വോളിയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് നമുക്ക് 99.99 അല്ലെങ്കിൽ IO2 ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയാം. പക്ഷേ S3യുടെ കേസ് വരുന്ന സമയത്ത് അത് 99.9 അതായത് 11 ചേർന്നിരിക്കുന്നതാണ്. 11 നയൻസ് എന്ന് പറയാം. 99 കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഏകദേശം 9ഓളം നയനുകൾ ചേർന്നിരിക്കുന്ന ഡ്യൂറബിലിറ്റി, അതായത് ഭയങ്കരമായിട്ടുള്ള ഡ്യൂറബിലിറ്റി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത് നമ്മളിപ്പോൾ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബില്യൺ ഫയലുകളെല്ലാം നമ്മൾ S3ക്കകത്ത് എടുത്ത് വെച്ചുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് 100 വർഷത്തിനിടയിൽ വേണമെന്നുണ്ടെങ്കിൽ ലോസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത്രയ്ക്കും ഡ്യൂറബിൾ ആണ് S3 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന ഒരു വലിയതാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ബില്യൺ ഒബ്ജക്റ്റ് നമ്മളുടെ കയ്യിൽ 100 കോടി ഒബ്ജക്റ്റ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ 100 വർഷത്തിൽ ഒരു ഫയൽ വേണമെന്നുണ്ടെങ്കിൽ മിസ്സാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ്. ഇത്രയും ഡ്യൂറബിലിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ EBSനില്ല. അതെന്ന് പറയുന്നത് 99.99 എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിലിരിക്കുന്ന ഒരു ഡ്യൂറബിലിറ്റി ആണ് ഇരിക്കുന്നത് അല്ലേ. അവൈലബിലിറ്റി എന്ന് പറയുന്നത് രണ്ടിനും കണക്കാണ്. ഏകദേശം ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് S3 നമുക്ക് ഇൻ്റർനെറ്റിന് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ EBS എന്ന് പറയുന്നത് EC2ൻ്റെ അകത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതിന് വേണ്ടി തന്നെയാണ് ഈ രണ്ട് സാധനങ്ങളും അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ടും സ്റ്റോറേജ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നോർമലി നമ്മൾ EBS വോളിയം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറേജ് ഓപ്ഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ നമ്മളത് പറഞ്ഞിരുന്നു അല്ലേ. EBS എന്ന് പറയുന്നത് ബ്ലോക്ക് സ്റ്റോറേജും S3 എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് സ്റ്റോറേജുമാണ്. അതായത് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു
ഒരു വലിയൊരു ഡാറ്റയാണെങ്കിൽ അത് എടുത്തു വച്ചിരിക്കുന്നത് ഇതേപോലെ ബ്ലോക്ക് ആയിട്ടായിരിക്കും. EBSൻ്റെ അകത്താണ് ബ്ലോക്ക് സ്റ്റോറേജിൻ്റെ കേസുകളിൽ. അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ബ്ലോക്കും അഡ്രസ്സബിൾ ആയിരിക്കും. അപ്പം നമുക്കൊരു വലിയ ഫയലിനെ നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ മാത്രം നമുക്ക് എടുത്തു കൊണ്ടുവന്നിട്ട് റീഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ ആ ബ്ലോക്ക് മാത്രമായിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ട് യൂസ് കേസ് വരുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോർമലി വർക്ക് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു പോർഷൻസ് എല്ലാം റീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഡാറ്റാബേസുകൾ നോക്കുന്ന സമയത്തും അത് തന്നെയാണ് വേണ്ടത്. അപ്പം EBS വോളി എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതേപോലെയുള്ള നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തുനിന്നും ഡാറ്റാബേസ് പോലെ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ആക്സസ് വരുന്ന സാധനത്തിൻ്റെ അകത്താണ് കുറേ കൂടി യൂസബിൾ ആയിട്ടിരിക്കുന്നത്. പക്ഷേ S3യുടെ കേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ S3 നമ്മൾ നോർമലി റൂട്ട് വോളിയായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. EBS നമ്മൾ EC2ൻ്റെ പാർട്ടായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ EC2 സർവീസിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു സബ് സർവീസ് മാത്രമാണ് EBS എന്ന് പറയുന്നത്. പക്ഷേ S3 എന്ന് പറയുന്നത് പുറത്തിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ അകത്ത് ഡാറ്റ എടുത്ത് വെക്കുന്നത് ഒബ്ജക്റ്റുകളായിട്ടാണ്. അതായത് ഒരു എൻറ്റയർ ഫയലിനെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോനെ ഒറ്റൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുത്ത് വെക്കുന്നത്. അതായത് മറ്റേ നമ്മളുടെ EBSൻ്റെ പോലെ ബ്ലോക്ക് ആയിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തില്ല നമുക്ക്. S3 എന്ന് പറയുന്നത് നമ്മളൊരു എൻറ്റയർ ഒബ്ജക്റ്റിനെയാണ്. ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോനെ മൊത്തത്തിൽ എടുത്ത് കൊണ്ടുവന്നിട്ട് മോഡിഫൈ ചെയ്ത് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എൻറ്റയർ ഫോട്ടോ തന്നെയായിരിക്കും റീറൈറ്റ് ചെയ്യാൻ പോകുന്നത്. മറ്റേ കേസിൽ നമുക്കൊരു ഫോട്ടോയുടെ അല്ലെങ്കിൽ EBSൻ്റെ കേസിലാണെങ്കിൽ നമുക്കൊരു പോർഷൻ ഒരു വലിയ ഫയലിൻ്റെ ഒരു കുഞ്ഞു പോർഷനൊക്കെ എടുത്ത് വരാൻ പറ്റുമായിരുന്നു. അതാണ് ഇതുവരെ രണ്ട് പേരും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒബ്ജക്റ്റുകളായിട്ട് എടുത്ത് വെക്കുന്ന ഒരു ഫ്ലാറ്റ് സർഫസിൽ അഡ്രസ് സ്പേസിൽ എടുത്ത് വെക്കുന്നതുകൊണ്ടാണ് കുറച്ചും കൂടെ EBSനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടിരിക്കുന്ന ഈ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് S3ക്കകത്ത് കിട്ടുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എടുത്ത് വെക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. പക്ഷെങ്കിൽ ഇവർ രണ്ടുപേരും രണ്ട് യൂസ് കേസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നത് മതി. S3 ആണ് നമ്മൾ കൂടുതൽ ഇതേപോലെയുള്ള ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ എടുത്ത് വെക്കുക അങ്ങനെയുള്ള കുറേ കേസുകളിലെല്ലാം ഇന്ന് S3 വളരെയധികം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ബാക്ക് AWSൻ്റെ ബാക്ക് ബോൺ എന്ന് പറയാവുന്ന ഒരു സർവീസും കൂടിയാണ് S3 എന്ന് പറയുന്നത്. അതായത് S3ക്ക് അകത്തായിരിക്കും നോർമലി പല സർവീസിൻ്റെ, അതായത് EC2 അല്ലെങ്കിൽ EC2 പോലെയുള്ള വേറെ സർവീസുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ബാക്കിലിരിക്കുന്ന സ്റ്റോറേജ് എടുത്ത് വച്ചിരിക്കുന്നത് നോർമലി S3ക്കകത്തായിരിക്കും. അതെങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പം ഒന്ന് പഠിച്ചിരുന്നാൽ S3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന സർവീസാണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതും കാര്യമുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പം EC2ൻ്റെ സ്റ്റോറേജ് ഓപ്ഷൻ ആയിരുന്നു പഠിച്ചുകൊണ്ട് വന്നിരുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന S3 ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് EC2ൻ്റെ അകത്ത് നിന്ന് S3 എങ്ങനെ എടുക്കാമെന്ന് പറയും. എന്നിട്ട് നമ്മൾ EC2 കണ്ടിന്യൂ ചെയ്ത് പോകും. EC2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ S3 സർവീസിലോട്ട് തിരിച്ചു വന്നിട്ട് S3ക്ക് അകത്തിരിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകും. അങ്ങനെയാണ് ഈ ട്യൂട്ടോറിയൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ഓർത്തിരിക്കണം, EBSഉം S3യും തമ്മിലുള്ള ഡിഫറൻസ്. EC2ൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ S3 നമുക്കൊരു സ്റ്റോറേജ് ഓപ്ഷൻ ആയിട്ട് എടുക്കാം. ഇത് പക്ഷെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സർവീസും കൂടിയാണ്. അത് ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ EBS എന്ന് പറയുന്നത് EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് മാത്രം എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് കാര്യമാണ്. S3 എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് സ്റ്റോറേജ് ആണ്, EBS എന്ന് പറയുന്നത് ബ്ലോക്ക് സ്റ്റോറേജും ആണ്. അതുകൊണ്ടാണ് അവർ ഡിഫറെൻറ്റ് യൂസ് കേസുകളിൽ ഫിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇതാണ് S3 എന്ന് പറയുന്നത്. S3യുടെ ഒരു തുടക്കം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് S3ക്കകത്ത് ഡാറ്റ എടുത്ത് വെക്കുന്നത് എന്ന് നോക്കാം. S3ക്കകത്ത് ഡാറ്റ എടുത്ത് വെക്കുന്നത് ഒബ്ജക്റ്റുകളായിട്ടാണ്. അതായത് ഓരോരോ നമ്മളിപ്പോൾ നോർമലി വിൻഡോസിൻ്റെ അകത്തൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഫയൽ എന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് അല്ലെങ്കിൽ ലോ ലെവൽ യൂണിറ്റ് എടുത്ത് വെക്കാൻ പറ്റുന്ന സ്റ്റോറേജിൻ്റെ ഏറ്റവും മിനിമം യൂണിറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മളുടെ ഒരു ഫയൽ ഉണ്ടാവും. ആ ഫയലിനോട് ഫയൽ എന്ന് പറയുന്നത് എന്ത് ഡാറ്റയും ആവാം. അതായത് PDF ആവാം, PNG ആവാം, XLS ആവാം, ZIP ആവാം, എനി കൈൻഡ് ഓഫ് ബൈറ്റ് ഡാറ്റ ആവാം ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തും നമുക്കൊരു ഫയലായിട്ട്, നമുക്കൊരു PDF ആണ് നമുക്ക് S3ക്കകത്തേക്ക് എടുത്ത് വെക്കേണ്ടതെങ്കിൽ അതൊരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും എടുത്ത് വെക്കുന്നത്. അതേപോലെ PNG എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും എടുത്ത് വെക്കുന്നത്. അപ്പം ഇതേപോലെ ഇരിക്കുന്ന നമ്മൾ S3ക്കകത്ത്, S3 എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണല്ലോ അല്ലേ, സ്റ്റോറേജിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെയുള്ള ഫയലുകളാണ് എടുത്ത് വെക്കുന്നത്. ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഫയലുകളെയാണ് നമ്മൾ
ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ അഡീഷണൽ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ മെറ്റാഡാറ്റ, യുണീക്ക് ക്യൂയുടെ ഉണ്ട്. അത് നോർമലി ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെയുള്ള ക്ലൗഡിൻ്റെ ഫീച്ചേഴ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി അത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനും മെറ്റാഡാറ്റ എടുക്കാം. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷേ ഈ മൊമെൻറ്റിൽ പഠിക്കേണ്ടത് നമ്മൾ നോർമലി വിൻഡോസിൻ്റെ അകത്തൊക്കെ ഫയലുകളൊക്കെ എടുത്ത് വെക്കുന്നത് പോലെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബക്കറ്റിൻ്റെ അകത്ത് എടുത്ത് വെക്കാം. കുറേ ഒബ്ജക്റ്റുകളെ ചേർന്നിട്ട് നമുക്കൊരു ബക്കറ്റിൻ്റെ അകത്ത് എടുത്ത് വെക്കാം. ഈ ബക്കറ്റ് എന്ന് പറയുന്നത് ഹൈ ലെവലിൽ ഇരിക്കുന്ന ഒരു ഡയറക്ടറി ആണ് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. വിൻഡോസിൻ്റെ അകത്തൊക്കെ നമുക്ക് ഡയറക്ടറി ഉണ്ടാക്കി അതിൻ്റെ നമ്മൾ കുറേ ഫയലുകളാണല്ലോ എടുത്ത് വെക്കുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ബക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു ഡയറക്ടറി എന്ന് പറയാം. അതായത് ബക്കറ്റ് എന്ന് പറയുന്നത് ഡയറക്ടറി എന്ന് പറയുന്നതുമായിട്ട് 1 to 1 മാപ്പിംഗ് പോസിബിൾ അല്ല കേട്ടോ. കാരണം ബക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഡയറക്ടറി മാത്രമാണ്. എത്രയ്ക്കകത്ത് നമ്മൾ വിൻഡോസിലൊക്കെ കാണുന്ന പോലെ ഫയല്, അതിൻ്റെ അകത്ത് ഒരു ഫോൾഡർ, ആ ഫോൾഡറിൻ്റെ അകത്ത് നമുക്കൊരു സബ് ഫോൾഡർ ഉണ്ടാക്കാം. ഈ രീതിയിൽ നമുക്ക് പോസിബിൾ അല്ല. ഒരു ബക്കറ്റ് ഉണ്ടാക്കി ആ ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റുകൾ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അതിന് വീണ്ടും സബ് ഡയറക്ടറി അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നൊരു ഫയലിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ഹയറാർക്കി ബേസിക്കലി S3-ക്കകത്തില്ല. പക്ഷെ നമ്മൾ ഇതേപോലെയുള്ള പ്രിഫിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹയറാർക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളത് കൺസോളിൽ കാണുമ്പോഴും അതൊരു ഹയറാർക്കി പോലെ തോന്നും. പക്ഷേ ഇൻറ്റേർണലി ഇവൻ ഹയറാർക്കി അല്ല. ഒരു ബക്കറ്റ്, ആ ബക്കറ്റിൻ്റെ അകത്ത് കുറേ ഒബ്ജക്റ്റുകൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇരിക്കുന്നത്. ഓക്കെ, ചെറിയൊരു ഡിഫറൻസ് ആണ്. നമ്മൾ കൺസോൾ നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. കൺസോൾ നോക്കുമ്പോൾ അവൻ ഒരു ഹയറാർക്കിക്കൽ ഫോമിലൊക്കെ കാണിച്ചാൽ നമ്മൾ കൺസോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. പക്ഷേങ്കിൽ ഒരു ബക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ഡയറക്ടറിയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഒബ്ജക്റ്റുകൾ എടുത്ത് വെക്കാം. ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ ഫയലുകളാണ്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ S3-ക്കകത്ത് നമ്മളുടെ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ AWSൻ്റെ കൺസോളിൽ കയറിയിട്ടുണ്ട്. AWSൻ്റെ കൺസോൾ ഈ അടുത്തൊന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. കുറച്ചും കൂടെ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടിരിക്കുന്ന രീതിയിലോട്ട് AWS അവരുടെ GUI അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ല അല്ലേ, കുറച്ചൊരു ഹൈലൈറ്റിംഗ് ആണ്. ഈ ബ്ലൂ എന്ന് പറയുന്നത് കുറച്ച് ഹൈലൈറ്റിംഗ് ആണ്. ഇതൊക്കെ റൗണ്ട് ആക്കിയിട്ടുണ്ട്. മൊത്തത്തിലൊരു ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുറച്ചും കൂടെ മുമ്പുള്ളതിനെക്കാട്ടും കുറച്ചും കൂടെ കാണാൻ രസമുള്ള ഒരു കൺസോളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസോളിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ യൂസർ വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഇവിടെ നിങ്ങൾക്ക് S3 എന്നടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ S3 ഡിസ്പ്ലേ ആയി വരും. S3 ചൂസ് ചെയ്യാം. സർവീസസിൻ്റെ അകത്തിരിക്കുന്ന S3 എന്ന് പറയുന്ന സാധനം ഒന്ന് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇതിലോട്ടാണ് വരിക. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ബക്കറ്റ് എന്ന് നടക്കണം. അതിന് മുന്നേ നിങ്ങളൊരു കാര്യം കൂടി നോക്കേണ്ടതെന്ന് വെച്ചാൽ S3 എന്ന് പറയുന്നത് റീജിയൻ സ്പെസിഫിക് ആയിട്ടിരിക്കുന്ന ഒരു സർവീസാണ്. ഓക്കെ, IAM എന്ന് പറയുന്ന ഗ്ലോബൽ സർവീസ് ആയിരുന്നു. EC2 എന്ന് പറയുന്നത് റീജിയൻ സ്പെസിഫിക് ആയിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വന്നിരുന്നു. അതേപോലെ തന്നെ S3 എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സർവീസാണ്. ആ സർവീസ് റീജിയൻ സ്പെസിഫിക് ആണ്. അതായത് നമ്മളിപ്പം S3-ക്കകത്ത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാനല്ലേ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പെസിഫിക് റീജിയൻ്റെ അകത്തായിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ മുംബൈയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ക്രിയേറ്റ് ബക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ബക്കറ്റ് മുംബൈ എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന റീജിയൻ്റെ അകത്ത് ഉള്ളിലായിരിക്കും അവൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു റീജിയനിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ആ റീജിയൻ ചൂസ് ചെയ്യണം. അതിനുശേഷമായിരിക്കണം ക്രിയേറ്റ് ബക്കറ്റ് അടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മുംബൈയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റ് ബക്കറ്റ് അടിക്കുന്നു. ക്രിയേറ്റ് ബക്കറ്റ് അടിക്കുന്ന സമയത്ത് ഇങ്ങനൊരു GUI-ലോട്ടാണ് വരുന്നത്. ബക്കറ്റ് 2 ടൈപ്പുകളുണ്ട്, ജനറൽ പർപ്പസും ഡയറക്ടറി എന്ന് പറയുന്നതും. അപ്പോൾ നോർമലി എല്ലാ കേസുകൾക്കും നമുക്ക് ജനറൽ പർപ്പസ് ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ മതി. ഡയറക്ടറി എന്നുള്ളതിന് നമുക്ക് പിന്നെ വരാം, ഡിസ്കസ് ചെയ്യാം. ചൂസ് ചെയ്യുക ജനറൽ പർപ്പസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ബക്കറ്റ് നെയിമാണ് ചൂസ് ചെയ്യും. ഞാനിതൊന്ന് കുറച്ച് വലുതാക്കാം. ഓക്കെ, ബക്കറ്റ് നെയിമാണ് നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബക്കറ്റ് നെയിം ഗ്ലോബലി യുണീക്ക് ആയിരിക്കണം എന്നുള്ളതുണ്ട്. അതായത് നമുക്ക് ഈ ഓരോരോ ഫയലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ ഫയലുകളെയും നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഒരു URL വഴിയൊക്കെ ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ബക്കറ്റ് നെയിം ഒരു യുണീക്ക് ആയിരിക്കണം. അതായത് വേൾഡിൽ തന്നെ യുണീക്ക് ആയിരിക്കുന്ന ഒരു സാധനമായിരിക്കണം. നമ്മളിപ്പം നമ്മളുടെ
ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഒക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ വേൾഡിൽ തന്നെ യൂണീക്ക് ആണല്ലോ അല്ലേ. നമ്മൾ വേറെ ആരെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. @gmail.com എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റൊന്നേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. അതേപോലെ തന്നെ ബക്കറ്റും നമുക്ക് യുണീക്ക് ആയിട്ടിരിക്കുന്ന നെയിം കൊടുക്കണം. അപ്പം നമ്മളിപ്പം സാമ്പിൾ എന്നൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ബക്കറ്റ് നെയിം ഉണ്ടാക്കുക നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ക്രിയേറ്റ് ബക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അത് പറയും ബക്കറ്റ് വിത്ത് സെയിം നെയിം ഓൾറെഡി എക്സിസ്റ്റ്. അതായത് നമ്മളുടെ അക്കൗണ്ടിൽ സാമ്പിൾ ഉണ്ട് എന്നല്ല, ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഗ്ലോബലി വേൾഡിൽ തന്നെ എല്ലാ അക്കൗണ്ടുകളും നോക്കിയിട്ട് എവിടെയെങ്കിലും ഈ സാമ്പിൾ എന്ന് പറയുന്ന ബക്കറ്റ് ഉണ്ടെങ്കിൽ അവൻ എറർ അടിക്കും. അതായത് ഗ്ലോബലി യുണീക്ക് ആയിരിക്കണം. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ പേഴ്സണൽ ആയിട്ടിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൂടി നമ്മൾ കൊടുക്കും. അപ്പം നമ്മളിവിടെ ഒരു LWR സാമ്പിൾ ബക്കറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അത് നിങ്ങൾ എന്നിട്ട് ക്രിയേറ്റ് ബക്കറ്റ് അടിച്ച് നോക്കിയാൽ മതി. അടിച്ച് നോക്കുന്ന സമയത്ത് അവൈലബിൾ അല്ലെങ്കിൽ ഇവൻ റെഡിൽ കാണിക്കും, ക്രിയേറ്റ് ബക്കറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു നെയിം ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കാം. ഒബ്ജക്റ്റ് ഓണർഷിപ്പിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ, നമുക്ക് ആർക്കും നമ്മളുടെ സാധനം ഒന്നും ആക്സസ് ചെയ്യാൻ പാടില്ലല്ലോ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് ഡിഫോൾട്ട് ആയിട്ടുള്ള കൊടുത്താൽ മതി. പബ്ലിക് ആക്സസ് എന്ന് പറയുന്നത് പബ്ലിക് ആയിട്ട്, അതായത് ആർക്കും ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ബക്കറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്ലോക്കാണ്, അതായത് ആക്സസ് അലോ ചെയ്യല്ല, ബ്ലോക്ക് ചെയ്യാണ്. അതായത് അതാണ് കുറച്ചും കൂടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെ, ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്നത്. ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലിരിക്കുന്ന ഒരു സാധനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് പബ്ലിക്കലി ആക്സസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ കൊടുത്തു പോകാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്നു. ഓരോരോ സാധനത്തിനും വേർഷനിങ് എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ നമുക്ക് പഠിച്ചു വരാം, എൻക്രിപ്ഷൻ പഠിച്ചു വരാം, കീയും പഠിച്ചു വരാം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവൻ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ഇതുവരെയായിട്ടും ഗ്ലോബലി ആരും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്യാം. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരും. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് റീജിയനിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ ARN ഏതാണ്, ARN ഒക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ അല്ലേ. അതേപോലെ വേർഷനിങ് കുറേ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയി വരും. ഇത് ഓരോന്നോരോന്ന് എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. പക്ഷേങ്കിൽ ബക്കറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ വരും. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വരും. ഓക്കെ, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മുടെ 0 ഒബ്ജക്റ്റ്. അപ്പം നമ്മളൊരു ഫയൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, ആഡ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഇത് വരും. അപ്പം നമ്മൾ ഒരു ഫയൽ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഡയറക്റ്റ്ലി അപ്ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫയൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ വിൻഡോസിൻ്റെ ഫയൽ എക്സ്പ്ലോറർ ആണ്. അപ്പം ഈ ഫയൽ എക്സ്പ്ലോററിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഈ ഫയൽ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇങ്ങനെ വലിച്ചിടുക അല്ലേ. വലിച്ചിടുന്ന രീതിയിൽ ഇങ്ങോട്ട് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അപ്ലോഡ് ആയിക്കോളും. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാം. ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അപ്ലോഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഫയൽസുകളെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പം ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളുടെ കയ്യിലിരുന്നൊരു ഫയലിനെ നമ്മൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്, അതായത് S3-ക്കകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം ഈ 2 ഫയലുകളെ നമുക്ക് ഇനി ഇവിടെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബക്കറ്റിലോട്ട് വരും. ഈ ബക്കറ്റിൽ നമ്മൾ 2 ഫയലുകളും ആക്സസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഓരോരോ ഫയലുകളും ഓപ്പൺ ചെയ്യാം. ഓരോരോ ഫയലിൻ്റെയും റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഏത് റീജിയനിലാണ്, മോഡിഫൈ ചെയ്ത സൈസ്, ടൈപ്പ് എന്താണ്, കീ എന്താണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനങ്ങൾ. അതുകൂടാതെ ഒരു ഒബ്ജക്റ്റ് URL ഉണ്ട്, പബ്ലിക്കലി നമുക്ക് ആക്സസ് ചെയ്യാൻ. ഈ URL വെച്ചിട്ട് നമുക്ക് ഈ ഫയലിനെ ആക്സസ് ചെയ്യാം പറ്റുന്ന ഒരു URL നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ നിന്ന് ഓപ്പൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫയൽ ഇതായിരുന്നല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പം ഈ അപ്ലോഡ് ചെയ്ത ഫയൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന URL ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അതിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങളത് ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ആക്സസ് ഡെനീഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു എററാണ് അടിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം നമുക്കത് കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ URL വെച്ചിട്ട് നമുക്ക് ആ ഫയലിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ബക്കറ്റ് പോളിസി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ആക്സസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ URL വെച്ചിട്ട് നമുക്ക് പബ്ലിക്കായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഫയൽ എങ്ങനെ കാണാൻ പറ്റി എന്നുള്ളത്, അല്ലേ? ഈ ഫയൽ ഇവിടെ കൊടുത്തിരിക്കുന്ന URLും ഇവിടെ വന്നിരിക്കുന്ന URLും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇനീഷ്യൽ പോർഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ URL ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് കുറേ ഇൻഫർമേഷൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്തപ്പം, ഓപ്പൺ ചെയ്തപ്പം, അല്ലേ? ഇവിടെ നിന്ന് ഓപ്പൺ എന്ന് പറയുന്ന സാധനം വന്ന സമയത്ത് അതിൻ്റെ അകത്ത് URLിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ആ URL എന്ന് പറയുന്നത് ഒരു ടോക്കൺ ആണ്. ആ ടോക്കണിൽ നിങ്ങൾ പ്രീസൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു URL ആണ്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ IAM യൂസറിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ URL വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിയ സമയത്ത് അവനത് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റിയപ്പോഴാണ് അവൻ നമ്മളുടെ IAM യൂസർ ഇതാണ് എന്നുള്ളത് കൊണ്ട് അവന് പെർമിഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി, ആ ഫോട്ടോ കാണാൻ പറ്റിയത്. പക്ഷേ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മളുടെ പബ്ലിക് URL യൂസ് ചെയ്ത് വന്ന സമയത്ത് അവനത് ആ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ബ്ലോക്ക് ആയിരുന്നു കൊടുത്തിരുന്നത് പബ്ലിക് ആക്സസ്. പക്ഷേ പബ്ലിക് ആക്സസ് നമ്മൾ ഓൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അഡീഷണൽ ബക്കറ്റ് പോളിസിക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എനിവേ നമ്മളുടെ ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ 2 ഒബ്ജക്റ്റുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബക്കറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒബ്ജക്റ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത്. കുറേ കൂടി കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൻ്റെ അകത്ത് ഓരോന്നിലായിട്ടൊന്ന് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. അതെന്ന് പറയുന്നത് ഈ ഒരു ഐഡിയ ആണ്, അല്ലേ? നമ്മളിപ്പം പറഞ്ഞിരുന്നു S3 എന്ന് പറയുന്നത് റീജിയൻ സ്പെസിഫിക് ആയിട്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ S3 ഒരു പർട്ടിക്കുലർ റീജിയൻ്റെ അകത്താണ് നമ്മൾ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് AWS എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അവൈലബിലിറ്റി സോണിൻ്റെ അകത്ത് അവൻ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവൻ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി അത് റീജിയൻ്റെ അകത്തിരിക്കുന്ന വേറെ അവൈലബിലിറ്റി സോണിൻ്റെ അകത്തും അവൻ റെപ്ലിക്കേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് S3 ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂറബിലിറ്റി, അതായത് ഈ പറഞ്ഞിരിക്കുന്ന അവൈലബിലിറ്റി സോൺ അടിച്ചു പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഹാർഡ് ഡിസ്ക് അടിച്ചു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും അതിന് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ബാക്കപ്പ് എന്ന് പറയുന്നത് വേറൊരു അവൈലബിലിറ്റി സോണിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് AWS ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഡ്യൂറബിലിറ്റിയും ആക്സസിബിലിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും ഒരു S3-ക്കകത്തിരിക്കുന്ന ഒരു ഫയൽ റീഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞിരിക്കുന്ന ഏത് കോപ്പിക്കകത്ത് നിന്നും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ അവന് ലാറ്റൻസി പോലുള്ള കാര്യങ്ങളും അവന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഒരു അഡീഷണൽ ആയിട്ട് പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതെന്ന് പറയുന്ന ഒരു അവൈലബിലിറ്റി സോണിൻ്റെ അകത്താണ് വരുന്നത്. അതിന് മുന്നേ ഒരു കാര്യം, നമ്മൾ ഈ റീജിയൻ, അവൈലബിലിറ്റി സോണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പം നിങ്ങൾക്ക് അതെന്താണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു മൊമെൻറ്റിൽ വരണേ. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഈ പറഞ്ഞിരിക്കുന്ന സാധനം നിങ്ങളുടെ ക്ലൗഡിൻ്റെ അകത്ത് എവിടെ നോക്കുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന സാധനം പിക്ചറിൽ വരും. അപ്പോൾ റീജിയൻ എന്താണ്, അവൈലബിലിറ്റി സോൺ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മളൊരു വീഡിയോ അതിനെ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടൊന്ന് പ്രോപ്പർ ആക്കണേ. കാരണം ആ ടേം നമ്മൾ ഇനിയിപ്പോൾ ക്ലൗഡ് പഠിക്കുന്ന സമയത്ത് എവിടെയായാലും അത് വരും, ആ ടേം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ EC2 എന്ന് പറയുന്നത് അവൈലബിലിറ്റി സോണിൻ്റെ അകത്താണ് ഉണ്ടാകുന്നത്. അതെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടാണ്, അല്ലേ? ഇതുപോലെ അവന് മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോണിലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതൊരു സെർവറാണ്, ഒരു CPU ആണ്. അതിനവൻ ഒരു അവൈലബിലിറ്റി സോണിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്ത് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്നാണ് നമുക്ക് നമ്മളുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ തന്നെ ആയതുകൊണ്ട് അവൻ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ലാറ്റൻസി വളരെ കുറവായിരിക്കും.
ആയിരിക്കും. ഇനിയിപ്പം വേറെ അവൈലബിലിറ്റി സോണിൻ്റെ അകത്ത് നിന്ന് അവൻ റീഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതും ഫാസ്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AWSൻ്റെ അകത്ത് അവൈലബിലിറ്റി സോണുകൾ തമ്മിലിരിക്കുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. പക്ഷേങ്കിൽ വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് നമ്മൾ വേറൊരു റീജിയൻ്റെ അകത്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് മുംബൈയിലും ഇത് കാലിഫോർണിയയിലും ആണെങ്കിൽ ഇൻ്റർനെറ്റ് വഴി അവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ഒരു ലൈറ്റൻസി അതിൻ്റെ അകത്ത് വരാനുള്ള പോസിബിലിറ്റി, അതായത് അത് ടൈം എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി അതിൻ്റെ അകത്ത് ഉണ്ട് അല്ലേ. അപ്പം കൂടാതെ റീജിയൻ്റെ അകത്ത് നിന്ന് വേറെ റീജിയനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഡാറ്റ ചാർജസും കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ നമ്മളുടെ സ്ത്രീ ഏത് റീജിയൻ്റെ അകത്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളുടെ യൂസേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് എവിടെയാണോ ഇരിക്കുന്നത് ആ റീജിയൻ്റെ അകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതായത് ഈ ലേറ്റൻസി കുറയ്ക്കാൻ പറ്റും. ഇൻ്റർനെറ്റ് വഴി കൂടുതൽ ഡാറ്റ കൂടുതൽ ദൂരം ട്രാൻസ്ഫർ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് അത് കൂടുതൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ടൈം എടുക്കുമല്ലോ അല്ലേ. അപ്പം ആ പറഞ്ഞിരിക്കുന്ന സാധനം വരുന്ന സമയത്ത് എൻഡ് യൂസർക്ക് ഒരു ഡിലേ വരാൻ വളരെ ചെറുതായിരിക്കും, എന്നാലും ഒരു ഡിലേ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഡിലേ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ EC2 ഇൻസ്റ്റൻസും യൂസേഴ്സും ഉള്ള റീജിയണിൽ തന്നെ S3 ഇതാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം റീജിയൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കണക്കാക്കേണ്ടി വരും. ക്ലൗഡിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമ്മൾ ഇതാക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കൺസേൺസ് എല്ലാം നമുക്ക് വേണ്ടി വരും. അങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ്സ് കൂടി നമ്മൾ ക്ലൗഡിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ട കാര്യമുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇമേജ് വെച്ചിട്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയത്. ഓക്കെ, അപ്പം S3യുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമുക്ക് ഇതിൽ വെച്ചിട്ട് നിർത്താം. S3 എന്തിനാണ് നമുക്ക് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരുന്നത്, EBSൻ്റെ അകത്ത് നിന്ന് എന്താണ് ഡിഫറൻസ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ EC2 ആണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ EC2ൻ്റെ അകത്ത് നിന്ന് നമ്മൾ S3യിലെ ഒബ്ജക്റ്റ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ EC2ൻ്റെ അകത്തിരിക്കുന്ന ലോഡ് ബാലൻസിങ്ങും സെക്യൂരിറ്റി ഗ്രൂപ്പും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് EC2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് S3യിലോട്ട് തിരിച്ചു വരാം. എന്നിട്ട് S3ക്കകത്തുള്ള സാധനങ്ങളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.